നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. പാലക്കാട് പ്രചരണം അവസാന മിനിറ്റുകളിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ ഓരോ മിനിറ്റും വർണ്ണാഭമാക്കാനുള്ള, ആവേശോജ്വലമാക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിയതിനു ശേഷമാണ് മൂന്ന് മുന്നണികളും എത്തിയിട്ടുള്ളത്. അതിൻ്റെ ദൃശ്യങ്ങൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ പാലക്കാട് കണ്ട ചരിത്രത്തിലെ ഏറ്റവും വാശിയേറിയൊരു പോരാട്ടത്തിനാണ് ഇത്തവണ അവിടെ ഈ തെരഞ്ഞെടുപ്പ് വേദിയൊരുക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കാം ഫലം എന്നത് എല്ലാവരും സഗൗരവത്തോടെ ഉറ്റുനോക്കുന്നു. പാലക്കാട് നിലനിർത്താൻ UDF-നാകുമോ? പാലക്കാട് കാറ്റ് മാറി വീശുമോ? അതാണ് പൊതുവേദി ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിൽ ഉയർത്തുന്ന ചോദ്യം. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ആദ്യ കോളർ മാവേലിക്കരയിൽ നിന്നാണ്, ശ്രീ മാധവൻ പിള്ള. ഈ പാലക്കാട് ഇതുപോലെ ഒരു മത്സരം നമ്മൾ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. എന്തുമാത്രം വിവാദങ്ങൾ, നീല ട്രോളി, സന്ദീപ് വാര്യർ, ഒട്ടനവധി വിഷയങ്ങൾ. ഇത്ര വാശിയേറിയ കേരളം ഇത്രമാത്രം ഉറ്റുനോക്കിയൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുണ്ടാകില്ല. എന്ത് അവിടെ സംഭവിക്കുന്നുവെന്നാണ് ശ്രീ മാധവൻ നായർ കരുതുന്നത്? കാറ്റ് മാറി വീശുമെന്ന് ചോദിച്ചാൽ വീശാൻ ഒരു ചെറിയ പോസിബിലിറ്റി ഉണ്ട്. കാരണം ഇപ്പൊ സന്ദീപ് വാര്യരെ ഒരു മത നേതാവിനെ മാത്രം കാണാൻ പോയപ്പോൾ അതിന്റെ പ്രതിഫലനം മറ്റു സമുദായങ്ങൾക്ക് ഉണ്ടായാൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ ഇപ്പൊ SDPI-യുടെ പിന്തുണ UDF-ന് പരസ്യമായിട്ട് ഇതാ വന്നിരിക്കുന്നു. ഇതെല്ലാം കണക്കിലെടുത്ത് നോക്കുമ്പോൾ കാറ്റ് മാറി വീശാൻ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. മഞ്ചേരിയിൽ നിന്ന് ശ്രീ മുഹമ്മദ് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ മുഹമ്മദ്, ഈ കൊട്ടിക്കലാശത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ താങ്കളും കാണുന്നുണ്ടാകും. എങ്ങനെ വിലയിരുത്തുന്നു ഈ തെരഞ്ഞെടുപ്പിനെ ശ്രീ മുഹമ്മദ്? നമസ്കാരം സാറേ. നമസ്കാരം. ചാനലിന്റെ മുന്നിൽ തന്നെ ആയിരുന്നു. അവിടുന്ന് പൊതു പറഞ്ഞപ്പോ ഇത് പുറത്തേക്കും കൊണ്ടുവന്നാണ് തടസ്സമില്ലാതിരിക്കാൻ വേണ്ടി. അപ്പോ കൊട്ടിക്കലാശത്തിൽ UDF പടി കിടക്കുമോ എന്നുള്ളതാണ് സാറിന്റെ വാക്കുകൊണ്ട് വന്നത്. ഇനി ആയിക്കോട്ടെ, എന്തായാലും വേണ്ടില്ല. എല്ലാ നേതാക്കന്മാരും കൂടി ഒപ്പം LDF-നെ എതിർക്കാണ്. കാരണം എന്താ വെച്ചാൽ ലോകത്തിലുള്ള പത്രങ്ങളും ചാനലുകളും, സാറിന്റെ ചാനലല്ല കേട്ടോ, വേറെ ചാനലുകളും ഒക്കെ വല്ലാതെ എതിർക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ എതിർത്തിട്ട് കുത്തിത്തിരിപ്പിന്റെ നൂലാമാല നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവര്. ഈ കുത്തിത്തിരിപ്പ് ഉണ്ടായാലും ഇപ്പൊ ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഈ പ്രാവശ്യം അവിടെ LDF സ്ഥാനാർത്ഥി ജയിച്ചെന്നെ കയറും എന്നുള്ളത് ഒരു സംശയം വേണ്ട എന്നുള്ളത് ഞാൻ സാറിനോട് വളരെ എന്തുമാത്രം ഇതിൽ പറയുന്നു. നമുക്ക് 23-ാം തീയതി ഏതായാലും ശ്രീ മുഹമ്മദ് മഞ്ചേരി ഉണ്ടാകും. നമുക്ക് എന്താണ് ഫലം എന്ന് അന്ന് നോക്കാം. ബിജു എന്നൊരു പ്രേക്ഷകൻ ചേരുന്നത് കരുനാഗപ്പള്ളിയിൽ നിന്നാണ്. ശ്രീ ബിജു, ഈ കേരളം മുഴുവൻ ഇപ്പോൾ പാലക്കാടേക്ക് ഉറ്റുനോക്കുകയാണ്. ഇപ്പോൾ മഞ്ചേരിയിൽ നിന്ന് ഒരാൾ വിളിക്കുന്നു, ഇപ്പോൾ കരുനാഗപ്പള്ളിയിൽ നിന്ന് മറ്റൊരാൾ വിളിക്കുന്നു. അങ്ങനെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ അത്രമാത്രം താല്പര്യം ജനിപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് പാലക്കാട് നടക്കുന്നത്. ശ്രീ ബിജു, എങ്ങനെയാണ് ആ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്? നമസ്കാരം സാറേ, ഞാനൊരു BJP പ്രവർത്തന. എന്നാലും ഞാൻ പറയാണ്, അവിടെ BJP ജയിക്കാൻ പോകുന്നില്ല. കാരണം SDP, NDF ഉൾപ്പെടെയുള്ള സംഘടനകളും പിന്നെ ജമാഅത്ത് ഇസ്ലാമി അങ്ങനെയുള്ള സംഘടന. ഏതായാലും ഒരു BJP പ്രവർത്തകരായിട്ട് അങ്ങനെ പരസ്യമായി BJP ജയിക്കില്ലെന്ന് പറയാം. ഞാൻ പറയുന്നത് കേൾക്കുക. രാത്രി ഇവർ ക്രോസിംഗ് നടക്കും. അതായത് 1-ാം വാർഡിൽ BJP ജയിക്കും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് 1-ാം വാർഡിൽ BJP ജയിക്കുവാണെങ്കിൽ 2-ാം വാർഡിലും BJP ജയിക്കുവാണെങ്കിൽ ഇവര് ഒരു ഒത്തീർപ്പാവും. 1-ാം വാർഡിൽ LDF-ഉം ജയിക്കും, 2-ാം വാർഡിൽ UDF-ഉം ജയിക്കും. കാരണം ഇവർ രാത്രി ക്രോസിംഗ് ഉണ്ട്. ഈ BJP ജയിക്കുമെന്ന് കാണുന്ന മണ്ഡലങ്ങളിലെല്ലാം കേരളത്തിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിക്കാൻ ഇവിടുത്തെ UDF-നോ LDF-നോ കഴിയത്തില്ല BJP-യുടെ കൂടെ. കാരണം നിയമത്തായാലും ഇവിടെ ആയാലും SDP വോട്ട് ചെയ്തെങ്കിലേ ഇവർ ജയിക്കത്തുള്ളൂ. ഇവര് മതേതരം പറയുന്നെങ്കിലും വർഗീയ പാർട്ടികളുടെ വോട്ട് കൊണ്ടേ ഇവര് ജയിക്കത്തുള്ളൂ. ഇവര് എന്തോ കള്ളത്തരം കാണിച്ചാണ് ഇവിടെ UDF-ഉം LDF-ഉം ജയിച്ചിട്ടുള്ളത്. അല്ലാതെ ഈ അടുത്ത കാലം കൊണ്ട് ഞാൻ പറയാണ്, നിങ്ങൾ നോക്കിയോ, ഈ തെരഞ്ഞെടുപ്പ് അങ്ങനെയാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് ആവശ്യമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണ്. കാരണം നമുക്കറിയാം, ഇവിടെ MP ജയിച്ചു പോയിട്ട് MLA ആയിട്ട് തിരിച്ചു വരികയാണ്, പിന്നെ MLA ജയിച്ചു പോയിട്ട് പിന്നെ MP ആയിട്ട് വരികയാണ്. ആവശ്യമില്ലാത്ത തെരഞ്ഞെടുപ്പ് ജനങ്ങളെ അടിച്ചേൽപ്പിക്കുന്നു. അതൊരു ഘട്ടം.
പിന്നെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം അത് വേറൊരു ഘട്ടം. അപ്പൊ പെങ്ങള് ജയിച്ചു പോയിട്ട് ആ പെങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ പിന്നെ ആങ്ങളെ കൊണ്ടുവരും. അങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് വേറൊരു ഘട്ടം. വ്യക്തമാണ്. ഏതായാലും മറ്റാളുകൾ കാത്തു നിൽക്കുന്നത് കൊണ്ടാണ് അഭിപ്രായം വ്യക്തമാണ്. ഷിനോയ് വർക്കലയിൽ നിന്നാണ് നമുക്കൊപ്പം ചേരുന്നത്. ഷിനോയ്, ഇവിടെ 3 പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. കോൺഗ്രസിന് എന്ത് വില കൊടുത്തും ഈ മണ്ഡലം നിലനിർത്തിയേ പറ്റൂ. BJP സംബന്ധിച്ചിടത്തോളം O രാജഗോപാലിനൊരു പിൻഗാമി C കൃഷ്ണകുമാർ ആകുമോ എന്ന ചോദ്യം അവർ ഉയർത്തുകയാണ്. മടങ്ങി വരവിനൊരു അവസരം എന്ന തരത്തിലാണ് CPM-ന് ഈ തെരഞ്ഞെടുപ്പിനെ കാണേണ്ടത്. ശ്രീ ഷിനോയ് ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ഷിനോയ് ആരുടെ പക്ഷത്താണ്? സാർ, ഇവിടെ എന്റെ ഒരു അഭിപ്രായത്തിൽ രാഹുൽ മാങ്കൂട്ടം ഒരു 20-25,000 വോട്ടിനെങ്കിലും പുള്ളി ജയിക്കും. പക്ഷേ ഈ തെരഞ്ഞെടുപ്പില് നമ്മൾ മനസ്സിലാക്കിയത് CPM BJPയുടെ ഒരു B പാർട്ടി ടീമാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലായി. അതിനുവേണ്ടി കളിച്ച നാടകങ്ങൾക്ക് വളരെ ആംഗ്യം കൂട്ടി. നേരെ തൃശ്ശൂർ പൂരത്തിന്റെ കേസുകളൊക്കെ നമ്മൾ അറിയില്ല. ഈ ഒരു തെരഞ്ഞെടുപ്പില് വളരെ വ്യക്തമായിട്ട് CPM BJPയെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബി പാർട്ടി ടീമാണെന്നുള്ളത് പൊതുജനങ്ങൾക്ക് അത് ബോധ്യപ്പെട്ടു. ഇതിപ്പോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ്. CPM-കാർ പറയുന്നു കോൺഗ്രസും BJPയും തമ്മിൽ സഖ്യമാണെന്ന്, BJP-കാർ പറയുന്നു CPM-ഉം കോൺഗ്രസും തമ്മിൽ സഖ്യമാണെന്ന്, മറ്റേ മറിച്ചുള്ളൊരു വിഭാഗം പറയുന്നു CPM-ഉം കോൺഗ്രസും BJPയും തമ്മിൽ സഖ്യമാണെന്ന്. അപ്പൊ ഇതിൽ ആരെ വിശ്വസിക്കും നമ്മൾ? അല്ല, ഞാൻ പറഞ്ഞുതരാം സാറേ. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നേരത്തെ കരുണാകരന്റെ സഹോദരി BJPയിലോട്ട് ചേർന്ന സമയത്ത് ഇവിടെ ഭയങ്കര കൊട്ടി ആഘോഷങ്ങളൊക്കെ നടന്നു. ഇതിപ്പോ സന്ദീപ് വാര്യർ അദ്ദേഹം കോൺഗ്രസിലോട്ട് പോകുമ്പോൾ തന്നെ ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് മനസ്സിലായി കഴിഞ്ഞു. അദ്ദേഹത്തിന് നേരത്തെ BJP ആയിട്ടുള്ള കുറെ ബന്ധങ്ങളുണ്ടല്ലോ. പക്ഷെ ഇവിടെ ഈ ഒരു സമയത്ത് CPM ഒരു B പാർട്ടി ടീമാണെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി കഴിഞ്ഞു പൊതുജനങ്ങൾക്ക്. ഈ നേരത്തെ പറഞ്ഞ സാധനങ്ങളുടെ വിലക്കയറ്റമാണെങ്കിലും മറ്റുള്ള കേസുകൾ സ്വാധീനിക്കാനാണെങ്കിലും ഒക്കെ അവര് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അല്ല, ഞാൻ ചോദിക്കുന്നത് അപ്പൊ അങ്ങനെ B ടീം ആണെങ്കിൽ ഇതിൽ ആര് ജയിക്കുമെന്നാണ് ഷിനോയ് വർക്കല കരുതുന്നത്? കൂട്ടം ജയിക്കും ഉറപ്പായിട്ട്. 25,000-ന് മേലെ ഭൂരിപക്ഷം കാണും. ഓക്കെ. അപ്പൊ രണ്ടുപേരും ഒത്തുപിടിച്ചാലും UDF-നെ തോൽപ്പിക്കാൻ ജയിക്കത്തില്ല, ഒരിക്കലും ജയിക്കത്തില്ല. രണ്ടുപേരും ഒത്തു കളിച്ചാലും ജയിക്കില്ല. രാഹുൽ മാങ്കൂട്ടം വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കും. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. രഞ്ജിത്താണ് നമുക്കൊപ്പം ചേരുന്നത്. രഞ്ജിത്ത് വടകരയിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? ശ്രീ രഞ്ജിത്തിന് ഈ തെരഞ്ഞെടുപ്പ് ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ അവിടെ ഒരു കാറ്റ് UDF-ന് അനുകൂലമാണെന്നാണോ തോന്നുന്നത്, അതോ BJP-ക്ക് അനുകൂലമാണെന്നാണോ തോന്നുന്നത്, അതോ CPM അനുകൂലമാണെന്നോ? അവിടെ തീർച്ചയായിട്ടും UDF തന്നെ വിജയിക്കും. കാരണം ഇന്നത്തെ ഭരണം നമുക്ക് ആലോചിച്ചാല് ഇലക്ട്രിസിറ്റി, വെള്ളക്കരം എല്ലാം വർദ്ധിച്ചിട്ടാണ്. ഒരു ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് കടന്നു പോകുന്നത്. അത് തൊഴിലാളികൾക്കായാലും ശരി, സാധാരണ ആൾക്കാർക്കും ഇന്നത്തെ സാഹചര്യത്തിൽ ജീവിക്കാൻ പറ്റാത്തൊരു ഭരണം അത്രയും ദ്രോഹിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പൊ അവിടെ 25,000 ഭൂരിപക്ഷത്തിനെങ്കിലും രാഹുൽ മാങ്കൂട്ടം ജയിക്കുമെന്നാണ് താങ്കളുടെ അഭിപ്രായം? യെസ്, വ്യക്തമാണ്. തീർച്ചയായും. കാരണം ചെറുപ്പക്കാരനായ രാഹുൽ മാങ്കൂട്ടം പിന്നെ എന്തായാലും നിയമസഭയിൽ പോയിട്ട് കാര്യങ്ങൾ പറയാൻ പ്രാപ്തനായ ഒരു വ്യക്തിയാണ്. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. രാജേഷ് എന്നൊരു പ്രേക്ഷകൻ തിരുവല്ലയിൽ, ഇപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നാണ്, ഞാൻ വിളിച്ചു പാലക്കാട് നിന്നായിരിക്കും കൂടുതൽ ആളുകൾ വിളിക്കുക എന്നാണ്. പക്ഷേ എല്ലാവരും ഇപ്പോൾ ഈ പാലക്കാടേക്ക് ഉറ്റുനോക്കുന്നു. രാജേഷ് തിരുവല്ലയിൽ നിന്നാണ് ചേരുന്നത്. സൂപ്പിയും നമുക്കൊപ്പമുണ്ട്. സൂപ്പി വെള്ളമുണ്ടയിൽ നിന്നാണ്. സൂപ്പി, അവിടുത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ആവേശം കഴിഞ്ഞു. വെള്ളമുണ്ടയിൽ നിന്നാണ് സൂപ്പി വിളിക്കുന്നത്. ഇപ്പോൾ എല്ലാ കണ്ണുകളും പാലക്കാടേക്കാണ്. ശ്രീ സൂപ്പി, ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് എന്തെങ്കിലും അട്ടിമറികൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അതിന്റെ മുമ്പേ എനിക്ക് പറയാനുള്ളത്, ഞാൻ CPM-കാരനാണ്. എനിക്ക് ഇന്ന് മത നേതാക്കന്മാരാണ് പിന്നെ രാഷ്ട്രീയപരമായിട്ടുള്ളത്. മുസ്ലിം ലീഗിന്റെ പാണക്കാട് ഹൈദരലി ഷിഹാബ് തങ്ങള് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്. ശ്രീ സൂപ്പി, ഒരു സെക്കൻഡ് കാത്തു നിൽക്കണേ. തങ്ങള് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. നമുക്ക് അത് കഴിഞ്ഞിട്ടൊന്ന് വരാം. ഞാൻ താങ്കളിലേക്ക് വരാം. ലത്തീൻ മെത്രാൻ സമിതിയിലെ 16 മെത്രാന്മാരും, അതായത് എല്ലാ മെത്രാന്മാരും തന്നെ ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്നേഹബഹുമാനായ സാദിഖ് അലി തങ്ങളും കുഞ്ഞാലക്കുടി സാഹിബും ഈ മുനമ്പം പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
അതിനുവേണ്ടി ഗവൺമെന്റിന്റെ അടുത്ത് പറയാമെന്നാണ് ഇവർ പറയുന്നത്. ഇവരുടെ സോളിഡാരിറ്റി ഞങ്ങളോട്, പ്രത്യേകിച്ച് മുൻപം വാസികളോട് പ്രഖ്യാപിക്കുകയായിരുന്നു. അപ്പം അത് സോൾവ് ചെയ്യാൻ കഴിയുമെന്നാണ് ഇവർക്ക് രണ്ടുപേർക്കുള്ള വിശ്വാസം. അത് മുഖ്യമന്ത്രിയോട് പറഞ്ഞ് പിന്നെ കോടതിയിലേക്ക് കൊണ്ടുപോയി അത് വേണ്ട തരത്തിൽ പരിഹരിക്കപ്പെടും എന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് ഇവർക്കുള്ളത്, ഞങ്ങൾക്കുള്ളത്. അപ്പം ഇവർ വന്നതിന് ഞങ്ങൾക്ക് ഒത്തിരി മതമൈത്രിയാണ്. മാത്രമല്ല ഇതൊരു മാനുഷിക പ്രശ്നമാണ്. ഇതൊരു മതത്തിന്റെയോ ഒരു വർഗത്തിന്റെയോ പ്രശ്നമല്ല, മറിച്ച് ഇതൊരു മാനുഷിക പ്രശ്നമാണ്. 600-ലധികം കുടുംബങ്ങൾ നേരിടുന്ന വലിയ പ്രശ്നമാണ്. ആ പ്രശ്നം പരിഹരിക്കപ്പെടണം. അത് പരിഹരിക്കപ്പെടുന്നതിന് ഇവരെല്ലാവരും നമ്മുടെ കൂടെ നിൽക്കുന്നതിൽ നമുക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. നിങ്ങളും പത്രക്കാരും ഇതിനൊപ്പം നിന്ന് ആ പാവപ്പെട്ട മനുഷ്യരുടെ പ്രശ്നങ്ങൾ ദൂരീകരിക്കുന്നതിന് ശ്രമിക്കണമെന്ന് പ്രത്യേകമായി ഞാൻ എടുത്തു പറയുകയാണ്. അല്ല, അത് വളരെ തങ്ങളും അഭിവന്ദ പിതാവും ബിഷപ്പുകളും പറഞ്ഞത് വളരെ ക്ലിയറാണ്. നിങ്ങൾ ഇറങ്ങിയിരുന്നാൽ മതി, കുറച്ച് വളരെ ക്ലിയറാണ്. അതായത് വളരെ സൗഹൃദ അന്തരീക്ഷത്തിലുള്ള ഒരു ചർച്ചയാണ് നടന്നത്. മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. വളരെ വേഗം പരിഹരിക്കാൻ കഴിയും. ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ആ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് സർക്കാർ ഇത് സംബന്ധിച്ച് ഒരു യോഗം വിളിക്കണം എന്ന് പറയുന്നത്. ഇത് സംബന്ധിച്ച് ഫാറൂഖ് കോളേജ് കമ്മിറ്റി അതുപോലെ തന്നെ മുസ്ലിം സംഘടനകൾ എല്ലാവരുടെയും യോഗം തങ്ങൾ വിളിച്ചിരുന്നു. അവരൊക്കെ ഈ വിഷയത്തിൽ തങ്ങൾക്ക് ഒരു മാൻഡേറ്റ് കൊടുത്തിട്ടുണ്ട്, അത് രമ്യമായി പരിഹരിക്കാൻ. അന്നത്തെ പ്രമേയം തന്നെ അതാണ്, രമ്യമായി പരിഹരിക്കുക എന്നുള്ളതിന് മുൻകൈയെടുക്കാൻ തങ്ങളോട് അവരൊക്കെ കൂടി ആവശ്യപ്പെട്ടു. ഫാറൂഖ് കോളേജ് കമ്മിറ്റിയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് രമ്യമായി പരിഹരിക്കുക എന്ന് പറയുമ്പോൾ നേരത്തെ ഇവിടെ അഭിവാദ്യ പിതാവ് പറഞ്ഞതുപോലെ ചില സാങ്കേതിക പ്രശ്നം കൂടി ഇൻവോൾവ് ആയതുകൊണ്ട് സർക്കാരിൻ്റെ ഒരു രംഗപ്രവേശം കൂടി ആവശ്യമുണ്ട്. അപ്പോൾ സർക്കാർ അതിനങ്ങ് മുൻകൈ എടുത്താൽ അത് മുഖ്യമന്ത്രിയോടും അതുപോലെ തന്നെ ലോ മിനിസ്റ്ററോടും വഖഫ് മിനിസ്റ്ററോടും ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് തന്നെ റെപ്രസെന്റ് ചെയ്യുക എന്നുള്ള നിർദ്ദേശവും ഉണ്ട്. ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യം ഗവൺമെന്റുമായിട്ട് സംസാരിക്കും. മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് എല്ലാവർക്കും ഈ കാര്യത്തിൽ യോജിപ്പ് തന്നെയാണ്. മുനമ്പം നിവാസികളുടെ പ്രശ്നം പരിഹരിച്ചു കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ. അതുകൊണ്ട് ഇവിടെ നടന്ന ചർച്ച എന്ന് പറയുന്നത് വളരെ സൗഹൃദ അന്തരീക്ഷത്തിൽ പ്രശ്നം പരിഹരിക്കാനുള്ള വളരെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് പിരിയുന്നത്. ബാക്കി കാര്യങ്ങൾ സർക്കാരും കൂടി ആയിട്ട് ചർച്ച ചെയ്തിട്ട് പറയാം. അതിപ്പോ പിന്നെ ഷെയർ ചെയ്യേണ്ടതല്ല, ഗവൺമെന്റുമായിട്ട് കൂടി. അല്ല, മുനമ്പം പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളത് ഇന്നത്തെ സൗഹൃദത്തിൽ ചർച്ചയിൽ ഞങ്ങൾക്ക് മനസ്സിലായി. അതിൽ വലിയ കോംപ്ലിക്കേഷനൊന്നുമില്ല. പക്ഷേ സർക്കാർ വിളിക്കുന്ന ഒരു യോഗത്തിൽ പരിഹരിക്കാനുള്ള നിർദ്ദേശം ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാം. അതിൽ ഗവൺമെന്റിന്റെ കൂടി ഒരു തീരുമാനം ഇൻവോൾവ് ആയതുകൊണ്ട് സർക്കാരാണ് അതിന് മുൻകൈ എടുക്കേണ്ടത്. രമ്യമായി പരിഹരിക്കാൻ കഴിയും. ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന് മുൻകൈ എടുക്കണം എന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രിയോടും പ്രതിപക്ഷ നേതാവിനോടും ഒക്കെ ഞങ്ങൾ ഈ കാര്യം പറയുന്നത്. നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, സഹകരിക്കും. ലീഗിന്റെ പ്രശ്നം ഇവിടെ ഉത്ഭവിക്കുന്നേ ഇല്ല. ഇവിടെ ഞങ്ങളിപ്പോൾ സൗഹൃദമായിട്ട് ഒരു ചർച്ച നടത്തി ഞങ്ങൾ ഒരുമിച്ചുള്ള ഒരു കൂട്ടായ്മയാണല്ലോ പറയുന്നത്. ഇനി പിന്നെ ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ്. യെസ്, മുനമ്പം സമരത്തെ രമ്യമായി പരിഹരിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കുന്നത്. സാദിഖ് അലി ശിഹാബ് തങ്ങളും
കുഞ്ഞാലിക്കുട്ടിയും സഭാ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി രമ്യമായി പ്രശ്നം പരിഹരിക്കാം, സർക്കാർ കൂടി ഇടപെട്ടത് പരിഹരിക്കാനുള്ള മാർഗങ്ങളുടെ വലിയ കോംപ്ലിക്കേഷൻ ഇല്ല എന്നാണ് ലീഗ് നേതാക്കൾ പറയുന്നത്. ഏതായാലും ഉന്നതതല യോഗത്തിൽ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുമ്പോൾ അവർക്ക് ഒരു അഭിപ്രായം പറയാനുണ്ടാകും എന്നും വ്യക്തമാക്കുന്നു. സുധീർ എന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നത് ഏറ്റുമാനൂരിൽ നിന്നാണ്. ശ്രീ സുധീർ, താങ്കൾക്ക് ഈ നമ്മുടെ കൊട്ടിക്കലാശം ഇപ്പോൾ നടക്കുകയാണ്, വലിയ ആവേശം അവിടെ കാണാൻ കഴിയുന്നുണ്ട്. കൃഷ്ണകുമാറിൻ്റെ ദൃശ്യങ്ങൾ, ശോഭാ സുരേന്ദ്രൻ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നു, അങ്ങനെ ആളുകളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പോകുന്നു. ഇപ്പുറത്ത് സരുണിൻ്റെ ദൃശ്യങ്ങൾ കൂടി ഞങ്ങൾ കാണിക്കുന്നുണ്ട്. ശ്രീ സുധീറിന് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ എന്തു മാറ്റം പാലക്കാട് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഈ വയനാടിന് കേന്ദ്രത്തോടുള്ള അവഗണന ശരിക്കും കോൺഗ്രസിന് ഗുണം ചെയ്യും. ഒത്തിരി ഭൂരിപക്ഷത്തിന് 25,000 30,000 എന്നൊക്കെ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഒരു 3,000-നും 5,000-നും ഇടയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. യെസ്, വ്യക്തമാണ്. 3,000-നും 5,000-നും ഇടയിൽ ജയിക്കും എന്നാണ് സുധീർ പ്രതീക്ഷിക്കുന്നത്. ശിവജി എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. അദ്ദേഹം നമ്മുടെ സ്ഥിരം പ്രേക്ഷകനും കൂടിയാണ്. ശ്രീ ശിവജി, ഈ ആവേശം കുറെ കൂടി സമയം കഴിയുമ്പോൾ, അല്ലെങ്കിൽ കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ വീണ്ടും അതിൻ്റെ പാരമ്യത്തിലേക്ക് എത്തും എന്നത് ഉറപ്പാണ്. അവിടെ ശബ്ദ കോലാഹലങ്ങളൊക്കെ നമുക്ക് കേൾക്കാം. ശിവജി എന്താണ് ഉറ്റുനോക്കുന്നത് പാലക്കാടിൽ നിന്ന്? സാറേ, മൂന്ന് കാര്യങ്ങൾ. ആകെ പൊതുവേദിക്കുള്ള 10-26 മിനിറ്റാണ്. നേതാക്കന്മാരുടെ ഡയലോഗ് അടികൾ ഞങ്ങൾ ധാരാളം നിങ്ങളിലൂടെ കേൾക്കുന്നതാണ്. അതുകൊണ്ട് പൊതുവേദിയിലെ സമയം അപഹരിച്ച് അവർക്ക് കൊടുക്കുന്നൊരു അഭ്യർത്ഥന. പിന്നെ തീരുമാനം നിങ്ങൾക്കാവാം. ശരിയാ, പിന്നെ അത് പിന്നീട് കൊടുത്താൽ മതി എന്നാണ് അല്ലേ? ജനങ്ങൾക്ക് പറയാൻ കിട്ടുന്ന ആ ചെറിയ അവസരം അവർക്ക് തന്നെ നൽകണം. ഞങ്ങൾക്ക് നിങ്ങൾ ആകെ തരുന്ന അവസരം ഇതാ. ശരി, അതെന്തോ ആയിക്കോട്ടെ. പിന്നെ പാലക്കാടത്തെ കാര്യം ആര് ജയിക്കുന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. ആരെങ്കിലും ജയിച്ചോട്ടെ, അത് നമുക്ക് വിഷയമുള്ള കാര്യം. എനിക്ക് പറയാനുള്ളത്, ഈ കൊട്ടിക്കലാശം എന്ന് പറയുന്ന ഈ വൃത്തികെട്ട ഏർപ്പാട് ഒന്ന് അവസാനം. ഇന്ന് ആ പാലക്കാട് ടൗണിന് അനുഭവിക്കേണ്ടി വരുന്ന ഒരു വീർപ്പുമുട്ടലുണ്ട്. അത് സത്യം പറഞ്ഞാൽ ജനങ്ങളുമായിട്ട് ഇവര് ഇന്നത്തെ കാലത്ത് എത്രയോ പുരോഗമനമുള്ള കാലമാണ് നമ്മുടെ കാലം. ഈ റോട്ടിൽ കിടന്ന് ഈ അഭ്യാസം എന്നിട്ട് തമ്മിത്തല്ലും. ഇനിയിപ്പോ ഇന്ന് വൈകുന്നേരം അവിടെ എന്തൊക്കെ വെട്ടുംകുത്തും ഉണ്ടാകുന്ന കണ്ടറിയണം. ഇതൊക്കെ അവസാനിപ്പിച്ച് മനുഷ്യനുമായിട്ട് നേരിട്ട് ഇടപെടാനുള്ള ഫോൺ മുഖേന അല്ല എന്തെല്ലാം സംവിധാനങ്ങളാണ് നമുക്കുള്ളത്. സോഷ്യൽ മീഡിയ ഇത്രയും വളർന്ന കാലത്ത് ഈ കൊട്ടിക്കലാശത്തിനോട് എനിക്ക് യാതൊരു യോജിപ്പില്ല. ഒരിടത്തായാലും കേട്ടോ, ഒരു പാർട്ടിക്കാരും അതിന്റെ ആവശ്യമില്ലെന്നാണ് പറയുന്നത്. ഇവരെന്തൊക്കെ അഭ്യാസം കാണിച്ചാലും ജനങ്ങൾ ഒന്ന് മനസ്സിൽ കരുതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ ചാഞ്ചാട്ടങ്ങളും, ഇന്ന് ഒരു പാർട്ടിയെ നല്ല രീതിയിൽ പറഞ്ഞവൻ പിറ്റേ ദിവസം അത് ഘടകവിരുദ്ധമായിട്ട് തിരിച്ചു പറയുന്നു. ഇവരുടെയൊക്കെ മനസ്സ് സമ്പാദ്യത്തിനു വേണ്ടിയും അധികാരത്തിനു വേണ്ടിയും ആണെന്നുള്ളത് എല്ലാ മനുഷ്യർക്കും അറിയാം. പിന്നെ കുറെ ആളുകൾ ഇതിനു വേണ്ടി ബലിയാടുകളായിട്ട് പാവങ്ങളുടെ മക്കൾ ഇതിൽ കിടന്ന് ഉരുണ്ട് കളിക്കുക. കുറച്ച് വെള്ളം കിട്ടും, അതായത് സ്മോള് കിട്ടും, കുറച്ച് വല്ല ചില്ലറയും കിട്ടും. അതിനുവേണ്ടി എത്രയെണ്ണമാണ് ബലിയാടാവുന്നത്? ഒരു നേതാവിന്റെ മക്കളും ഇതി വന്ന് കളിച്ച് ബലിയാടാവാൻ അവർ നിൽക്കൂല. സത്യമല്ലേ സാറേ? യെസ്, ഏതായാലും വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. റാഷിദ് അല്ലേ? റാഷിദ് എന്നാണ് കൊല്ലത്ത് നിന്ന് വിളിക്കുന്നത്. ദുബായിൽ നിന്ന് അബ്ദുറഹ്മാനും കൂടി ചേരുന്നുണ്ട്. ശ്രീ അബ്ദുറഹ്മാൻ, ദുബായിലെ മലയാളികളൊക്കെ ഈ ദൃശ്യങ്ങൾ കാണുന്നുണ്ടോ? അവരൊക്കെ എത്രമാത്രം ആവേശത്തിലാണ്? അവിടെ പാലക്കാടുകാരെങ്കിലും ശ്രീ അബ്ദുറഹ്മാന്റെ അടുത്തുണ്ടോ കൂടെയൊക്കെ? ഹലോ, നമസ്കാരം. പാലക്കാടുകാർ ഇഷ്ടം പോലെ ഉണ്ട്. എന്താ ശ്രീ അബ്ദുറഹ്മാൻ അവരൊക്കെ പറയുന്നത്? അവരുടെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാഫി പറമ്പിൽ ചെയ്തത് ഏറ്റവും വലിയൊരു തെറ്റാണ്. ബി ജെ പിയുടെ വോട്ട് വടകരയിൽ തിരിച്ചത് കാരണം ഇവിടെ തിരിച്ച് കോൺഗ്രസുകാരുടെ വോട്ടുകൾ മറിയും ഇപ്രാവശ്യം ബി ജെ പിക്ക്. പക്ഷെ അതിനെല്ലാം മറികടന്നും കൊണ്ട് LDF 10,000-ൽ കൂടുതൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തോടു കൂടി ഇവിടെ ജയിക്കുകയും ചെയ്യും. കാരണം ഇപ്പം നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ നന്മയും തിന്മയും. പക്ഷേ ഇതിൽ ഈ കഴിഞ്ഞ 2 തവണത്തെ തെരഞ്ഞെടുപ്പ് നോക്കുമ്പോഴും CPM-ന് 36,000 വോട്ടേ ഉള്ളൂ. അപ്പൊ ഇവർ രണ്ടുപേരും കൂടെ മറിച്ചാൽ, ഞാൻ പറയുന്നത് അല്ലാതെ ആളുകൾ വോട്ട് ചെയ്താൽ ജയിക്കാം, പക്ഷെ അങ്ങ് ആരോപിക്കുന്നത് പോലെ ഒരു കോൺഗ്രസ് വോട്ടുകൾ കുറെ മറിച്ചാൽ പിന്നെ ഈ എങ്ങനെ വിജയിക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്? തീർച്ചയായിട്ടും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്, കാരണം കോൺഗ്രസിൽ നിന്ന് നന്മയിലേക്ക് വന്ന ഒരു സ്ഥാനാർത്ഥിയാണ് എന്നുള്ളത്. അതേ തന്നെ BJPക്ക് സാധ്യത ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിലേക്ക് ഒരു തിന്മ കടന്നുകൂടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ പേരിൽ എന്തായാലും എന്ന് പറഞ്ഞാൽ ഒരു 10,000 വോട്ട് നിങ്ങൾ LDF അവിടെ തീർച്ചയായിട്ടും ജയിച്ചിരിക്കും. അവിടെ രമേശ് ചെന്നിത്തലയുടെയും എന്താണ് നമ്മളെ പ്രതിപക്ഷ നേതാവിന്റെയും അവസാനത്തെ കൊലച്ചിരിയാണ് നടക്കാൻ പോകുന്നത് അവിടെ. വ്യക്തമാണ്.
ഈ നജീബ് എന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്, മാനന്തവാടിയിൽ നിന്നാണ്. നജീബ്, അവിടെ തെരഞ്ഞെടുപ്പ് ആവേശമൊക്കെ കഴിഞ്ഞു, വോട്ടെടുപ്പ് കഴിഞ്ഞു, ഫലം കാത്തിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഏറ്റവും വലിയ ഒരു ആവേശം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ശ്രീ നജീബ്, എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഫലം പ്രതീക്ഷിക്കുന്നത്? അതായത് വയനാടിന്റെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. വയനാടൻ ജനത ജയപരാജയത്തെക്കാട്ടിലുപരി ആദ്യം ചോദിക്കപ്പെട്ടത് ഇങ്ങനെ ഒരു ഹലോ കേൾക്കാവോ? യെസ്, എനിക്ക് തോന്നുന്നു ടെലിഫോണിൽ എന്തോ പ്രശ്നമുണ്ട്. രഘുനന്ദൻ എന്നൊരു പ്രേക്ഷകൻ നമുക്കിപ്പോൾ യൂട്യൂബിൽ ചേർന്നിട്ടുണ്ട്. കൊട്ടിക്കലാശവും ആൾക്കൂട്ടവുമല്ല ഒരു പാർട്ടിയെ വിജയത്തിലെത്തിക്കുന്നത്, ആ നാടിൻ്റെ വികസനത്തിനായി വികസനത്തിനായി ആരാണോ നിൽക്കുന്നത് അവരുടെ കൂടെ അവിടുത്തെ ജനങ്ങൾ നിൽക്കും എന്ന് രഘുനന്ദനൻ നമുക്ക് യൂട്യൂബിൽ പറയുന്നു. തോമസ് KC പറയുന്നു, വളരെ ശരി, 50 റുപ്പീസ് മിനിമം, വള്ളക്കരം 150 തുടങ്ങിയ ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നു. അബ്ദുൾ അസീസ് പറയുന്നു, സമാധാനം വിജയമുണ്ടാക്കും, കാത്തിരിക്കൂ, സമയം വരും എന്ന് പറയുന്നു. അബ്ദുൾ മുത്തലീബ് പറയുന്നത്, കേരളത്തിൽ മിഡിൽ ക്ലാസ്സുകാർ ദാരിദ്ര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അത് കൃത്യമായി പാലക്കാട് പ്രതിഫലിക്കും. ഈ 3 തെരഞ്ഞെടുപ്പിലും കാണാം കേരള ജനതയുടെ മനസ്സിൽ ഉള്ളത് എന്ത് എന്നത് ഈ 3 തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകും എന്നാണ് പറയുന്നത്. ശ്രീലേഷ് MP പറയുന്നു BJP ജയിക്കുമെന്ന്. ശ്രീലേഷ് MP വലിയ ആവേശത്തിലാണ്. അദ്ദേഹം BJPക്ക് ഹൃദയത്തിൻ്റെ 3 ചിഹ്നം, ആ ഹൃദയം പക്ഷേ കാവി നിറത്തിലാണ്. ഏതായാലും ശ്രീലേഷ് വലിയ ആവേശത്തിലാണ്. ആ BJPയുടെ വിജയമാണ് ശ്രീലേഷ് ഉറ്റുനോക്കുന്നത്. അതേസമയം വിമൽ പറയുന്നു, ഇന്ത്യയിൽ ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള സംസ്ഥാനം ഏതാണ് എന്ന് ഒന്ന് കണക്കുകൾ നോക്കി പറയാമോ എന്നാണ്. അത് നമുക്ക് നിസ്സംശയം അഭിമാനത്തോടെ പറയാൻ നമ്മുടെ കേരളമാണ്. അതിദരിദ്രർ ഇവിടെ 0.5% മാത്രമേ ഉള്ളൂ. മറ്റ് പല സംസ്ഥാനങ്ങളിൽ അത് കൂടുതലാണ്. പക്ഷേ അവിടെ ജനസംഖ്യയും കൂടുതലാണ്, അവർ നേരിട്ട പ്രശ്നങ്ങളും കൂടുതലാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ പരിശോധിക്കണം. മാത്രമല്ല, ഈ വിഭജനം പോലുള്ള വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള ജനതയാണ്. അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ അവിടെയുണ്ട്. നമുക്ക് വളരെ മുൻപ് തന്നെ ഈ യൂറോപ്യൻ കച്ചവടക്കാരുടെ വരവും അങ്ങനെ സാമ്പത്തികമായി മുന്നേറാനുള്ള ഒട്ടനവധി സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അസീസ് കളത്തുംകണ്ടി പറയുന്നു, രാഹുൽ വിജയിക്കും എന്ന്. അത് 999% അദ്ദേഹം പറയുന്നത്. 9,999 ശതമാനം എന്നല്ല, 9,999 വോട്ടിന് ജയിക്കും എന്നാണ്. അത് 10,000 വോട്ടിൽ താഴെ ജയിക്കും എന്നാണ് പറയുന്നത്. തോമസ് KC എന്നോടാണെന്ന് തോന്നുന്നു കറക്റ്റ് എന്ന് പറയുന്നു. ഒപ്പം സരിൻ ജയിക്കും എന്ന് പറയുന്നു സതീഷ് പെങ്കാട്രി എന്ന ഒരു പ്രേക്ഷകൻ. അദ്ദേഹവും ഒരു ഹൃദയത്തിൻ്റെ ചിഹ്നമൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷേ അത് ചുവപ്പ് നിറമാണ്. ശ്രീലേഷ് MPയുടേത് കാവി നിറത്തിലുള്ള ഹൃദയമാണെങ്കിൽ സതീഷ് ചുവപ്പ് നിറത്തിലുള്ള ഹൃദയം ഇട്ടിരിക്കുന്നു. എന്നൊരു പ്രേക്ഷകൻ പറയുന്നു, 2 തിന്മയും 1 നന്മയും തമ്മിലാണ് മത്സരം എന്ന്. ഇതിൽ നന്മയേത് തിന്മയെന്ന് എന്തായാലും പറഞ്ഞിട്ടില്ല. ഹാരിസ് പല്ലിയാടുക്കൽ പറയുന്നു UDF ജയിക്കും എന്ന്. ജേക്കബ് ബർക്കി പറയുന്നു UDF ജയിക്കുമെന്ന്. മണിന മാഘ പറയുന്നു BJP ജയിക്കുമെന്ന്. പക്ഷേ കൊടി ചുവപ്പാണ് ഇട്ടിരിക്കുന്നത് മാണിക മാഘ. അതുപോലെ ഇർഷാദ് ചെരിക്കോട് പറയുന്നു പൊടിപൂരം ആയിരിക്കും എന്ന്. ഹാരിസ് പറയുന്നു UDF ജയിക്കുമെന്ന്. അബ്ദുൾ ബാസിലിൻ്റെ നിലപാട് UDF ജയിക്കുമെന്നാണ്. ഇർഷാദ് ചെരിക്കോട് പറയുന്നത് UDF ജയിക്കും എന്നാണ്. സുജിത്ത് S കോൺഗ്രസിനൊപ്പം നിൽക്കുമെന്ന് പറയുന്നു. വേൾഡ് ചാനൽ സരിൻ ജയിക്കും എന്ന് ആണ് പറയുന്നത്. അതേസമയം അബ്ദുൾ ബാസിൽ UDF ജയിക്കും എന്ന് പറയുന്നു. അദ്ദേഹത്തിന് ഒരു ഹൃദയത്തിന് ചിഹ്നമിടുന്നു, അത് പക്ഷേ പച്ച നിറമാണ്. എനിക്ക് തോന്നുന്നു അബ്ദുൾ ബാസിൽ UDFകാരനാണെങ്കിൽ ലീഗിനോടാണ് കൂടുതൽ ആഭിമുഖ്യം എന്ന് വേണം കരുതാൻ. സജീവൻ പറയുന്നു SDPI സന്ദീപ് വാര്യരോടൊപ്പം ജയിക്കും എന്ന് പറയുന്നു. അടുത്ത ദീപു എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നു. ഇർഷാദ് പറയുന്നു 500 വോട്ടിന് UDF ജയിക്കുമെന്ന്. വിജയൻ പറയുന്നു CK ജയിക്കും എന്ന്. ദീപു, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ താങ്കൾ ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്ന ഒരു പ്രത്യേകത എന്ത്? ഒരു മടങ്ങിവരവിന് CPMന് സാധ്യതകൾ താങ്കൾ കാണുന്നുണ്ടോ? അല്ല മനു, ആദ്യം മനു ഇപ്പൊ പറഞ്ഞു ജനസംഖ്യയുമായി ബന്ധപ്പെട്ടാണ് ഈ അതിദാരിദ്ര്യം എന്ന് പറഞ്ഞു. ജനസംഖ്യ എന്ന് പറഞ്ഞാൽ പെർസെന്റേജ് എടുക്കണ്ടേ? ആ പെർസെന്റേജ് എടുക്കുമ്പോഴാണല്ലോ നമുക്ക് 0.05 എന്ന് വരുന്നത്.
0.5% എന്ന് വരുന്നത്. അപ്പൊ അവിടെ ഒരു ഇതുണ്ട്. ഇനി അല്ല മനു, ഇവിടെ പിന്നെ 2 ദിവസമായിട്ട് ഞാൻ വെറുതെ ട്രൈ ചെയ്യുന്നു, എനിക്ക് കിട്ടുന്നതേ ഇല്ല. മാത്രമല്ല ഈ പിന്നെ വല്ലാത്ത വെറൈറ്റി കരച്ചിലുകൾ ന്യൂയോർക്കിൽ നിന്നും പാലക്കാട് തിരുവനന്തപുരത്ത് നിന്നൊക്കെ വരുന്നുണ്ട്. അതങ്ങനെ എല്ലായിടത്തും വരട്ടെ, അതല്ലേ നമുക്ക് വേണ്ടത്. അതെ, ആ പൊട്ടിക്കരച്ചിൽ ഉയർന്നു തന്നെ നിൽക്കട്ടെ കേട്ടോ. അതങ്ങനെ ഉയർന്ന് കേൾക്കാൻ നല്ല രസമുണ്ട്. ഇനി ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മനു, ഇവിടെ പിന്നെ എൽ ഡി എഫ് ഇവിടെ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയാണ് പാലക്കാട്. രാജേഷ് 2019 മത്സരിക്കുമ്പോൾ 2-ാം സ്ഥാനത്ത്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2-ാം സ്ഥാനത്ത് വന്നൊരു പാർട്ടിയാണെങ്കിലും പിന്നീട് അവിടുത്തെ പ്രവർത്തനം പുറകോട്ട് പോയിട്ടുണ്ട്. ആ പ്രവർത്തനത്തെ 140 മണ്ഡലങ്ങളിൽ മത്സരങ്ങൾ നടക്കുമ്പോൾ ഒരു മണ്ഡലമായിരുന്ന പാലക്കാട് ഇപ്പോൾ ഒറ്റ മത്സരമായിട്ട് വരുമ്പോൾ അവിടുത്തെ പ്രവർത്തനം നന്നായിട്ട് പോകും. ഞാൻ പാലക്കാട് പോയിരുന്നതാണ്, നവംബർ 4-ന് പോയിരുന്നതാണ്. അവിടെ നമ്മുടെ മനുവിന് അറിയാലോ, സുൽത്താൻ പേട്ടയിലെ അശോക് ഭവന്റെ ഓപ്പോസിറ്റുള്ള മൊബൈൽ കടയിൽ ഞാൻ കയറി ജസ്റ്റ് ഒന്ന് ചോദിച്ചതാണ് എന്താണ് ഇവിടുത്തെ ഒരു ട്രെൻഡ് എന്താണെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് അത് മാങ്കൂട്ടൻ ജയിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് പറ്റി മാങ്കൂട്ടൻ ജയിക്കാൻ? അത് ഞങ്ങൾ ലീഗുകാരാണ്, ഇവിടുത്തെ 6-7 വാർഡുകളുണ്ട്, അവിടെ ഞങ്ങൾ ഒന്നടങ്ക വോട്ട് ചെയ്യും, പക്ഷെ കോൺഗ്രസ് കാലുവാരും എന്നാണ് പറഞ്ഞത്. അതൊരു ട്രെൻഡായിട്ട് തന്നെ ഞാൻ കാണുന്നത്. ഒരു ലീഗുകാരൻ ഞങ്ങൾ വോട്ട് ചെയ്താലും കോൺഗ്രസ് കാലുവാരും എന്ന് പറയുന്ന സംശയം അവിടെ ന്യൂനപക്ഷങ്ങൾക്കിടയിലുണ്ട്. ആ ഇടപെടലും ഈ UDF ഉണ്ടാകുന്ന നേതാക്കൾ തമ്മിലുള്ള പടലപ്പിണക്കങ്ങളുണ്ട്, അതും അതേപോലെ BJP-യില് ഞങ്ങൾ ആദ്യം പോയായിട്ട് മതി, നീ കൃഷ്ണകുമാരെ നീ നിയമസഭയിൽ പോയാൽ മതി എന്ന് പറയുന്ന അവരുടെ ഇടയിലുള്ള പടലപ്പടങ്ങൾ, അവർക്കൊക്കെ വോട്ട് ചെയ്യാൻ ഒറ്റ സ്ഥാനാർത്ഥിയേ ഉള്ളൂ, അത് സരിനാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇത്തരം കാര്യങ്ങൾ വെച്ചിട്ട് പിന്നെ സരിൻ ജയിക്കാനാണ് സാധ്യത. അത് വലിയ ഭൂരിപക്ഷത്തിലൊന്നുമല്ല, സരിൻ ജയിക്കാനായിരിക്കും സാധ്യത എന്നാണ് കാണുന്നത്. അത് ഒരു പ്രവചനമായിട്ടൊന്നും കാണണ്ട. ഇത്തരം നിരീക്ഷണങ്ങൾ വെച്ചിട്ട് നമുക്ക് തോന്നുന്നത് ശരിയാകാം, തെറ്റാകാം. പക്ഷെ ഇത്തരം കാര്യങ്ങളാണ് അവിടെ കാണുന്നത്. പാലക്കാട് എന്തായാലും ഈ പറയുന്ന പോലെ 13 വർഷം കൊണ്ട് അവിടെ ഒരു MLA ചെയ്യേണ്ട ഒരു കാര്യവും ചെയ്തിട്ടില്ല. ടൗൺ ഹാളും കോട്ടമൈതാനവും അതുപോലെ ബസ് സ്റ്റാൻഡ്, ഞാൻ അതുവഴി കറങ്ങിയതാണ്, ബസ് സ്റ്റാൻഡ്, അതുപോലെ സ്റ്റേഡിയം, അങ്ങനെ അനവധി പ്രശ്നങ്ങളാണ് അവിടെ ഉള്ളത്. പാർക്കുകൾ, ഇങ്ങനെ തുടങ്ങി നിരവധിയാണ്. അതുപോലെ ഡബിൾ എഞ്ചിൻ മുനിസിപ്പാലിറ്റിയാണ് അവിടെ, കേന്ദ്ര സർക്കാരും ഇവിടെയും എന്തെല്ലാം പദ്ധതികൾ ഇവിടെ കൊടുക്കാം, ആകെയുള്ള ഒരു മുനിസിപ്പാലിറ്റി, അവിടെ ഒരു കുന്തവും ചെയ്തിട്ടില്ല. ഇതെല്ലാം ജനങ്ങളുടെ മനസ്സിലുണ്ട്. ഈ കാരണത്താൽ തന്നെ ഏതായാലും അവിടെ നമുക്ക് കാത്തിരുന്ന് കാണാം. സമയം അതിക്രമിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ദീപു, വളരെ നന്ദി പ്രതികരിച്ചതിന്. വിജിൽ വിജയൻ എന്നൊരു പ്രേക്ഷകൻ പ്രതികരിച്ചിട്ടുണ്ട്. നസീർ പറയുന്നു അവിടെ LDF ജയിക്കുമെന്ന്. ഷാജി ഭാസ്കരൻ പറയുന്നു പതിവ് പോലെ ശിവജി തൃശ്ശൂരിന് CPM-ന് തെറി പറയാൻ കഴിയുന്നില്ലല്ലോ. ഈ മറ്റുള്ളവരെ പറ്റി എന്തിനാണ് ഈ ഷാജി ഭാസ്കരൻ ഇങ്ങനെ വേവലാതിപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം പറയട്ടെ, ഷാജിയുടെ അഭിപ്രായം ഷാജി പറയട്ടെ. ആരെയും നമുക്ക് തെറി പറയാതിരിക്കാം. സുജിത്ത് പറയുന്നു 12,000 വോട്ടിന് രാഹുൽ ജയിക്കുമെന്ന്. ശരത് C പറയുന്നു സരിൻ ജയിക്കുമെന്ന്. ഹൈദരാലി വാനമ്പാടി പക്ഷേ പറയുന്നത് പറയുന്നത് UDF ജയിക്കും എന്നാണ്. സിൻഡ്രേലയുടെ സപ്പോർട്ട് രാഹുലിനാണ്. ഷിജി ഭാസ്കരന് ദീപുവിന് ഒരു വെൽഡൻ പറഞ്ഞിട്ടുണ്ട്. ദീപു നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. ഏതായാലും ഷിജി ഭാസ്കരൻ സ്ഥിരം പ്രേക്ഷകനാണെന്ന് തോന്നുന്നു. ഇവർ രണ്ടുപേരും ഇടതുപക്ഷത്തിൻ്റെ വിജയമാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും നമുക്ക് ഇനി അത് അധികകാലമില്ല കാത്തിരിക്കാൻ. ഈ 23-ാം തീയതി എല്ലാ ഫലങ്ങളും നമുക്ക് മുന്നിലെത്തും. പക്ഷേ ഞങ്ങൾ ഇന്ന് ഈ വിഷയം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ചയ്ക്ക് വെച്ചു. പലരും വോട്ട് ചെയ്തിട്ടുണ്ട്, വലിയൊരു സംഖ്യ ആളുകൾ ഇതിലേക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. പാലക്കാട് കാറ്റ് മാറി വീശുമോ എന്നൊരു ചോദ്യം ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ വെച്ചു. പക്ഷേ അതിൽ 42% ആളുകളെ മാറി വീശാൻ സാധ്യതയുള്ളൂ എന്ന് പറയുന്നുള്ളൂ. അതേസമയം 58% ആളുകൾ പാലക്കാട് UDF നിലനിർത്തും എന്ന ഒരു നിലപാട് തന്നെയാണ് വ്യക്തമാക്കുന്നത്. പക്ഷേ ഇത് കേരളത്തിലെ മുഴുവൻ ആളുകളും ആയിരിക്കും വോട്ട് ചെയ്തിട്ടുണ്ടാകുക. ആ മണ്ഡലത്തിലെ ആളുകൾ എന്ത് തീരുമാനിക്കുന്നു എന്നുള്ള അറിയാൻ നമുക്ക് ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരിക്കണം. ആ ദിവസങ്ങൾക്ക് ഇനി അധികം കാത്തിരിക്കേണ്ടതില്ല എന്നതുകൂടി വളരെ ശ്രദ്ധേയമാണ്. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കാണാം. നന്ദി.